പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള നീക്കം വീണ്ടും നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിഷയം ഇന്ന് സബ്മിഷനായി ഉന്നയിക്കും. അടിയന്തര പ്രമേയത്തിന് കഴിഞ്ഞ ദിവസം അനുമതി നൽകാത്തത് സഭയിൽ പ്രതിപക്ഷവും സ്പീക്കറും തമ്മിലുള്ള വാക്പോരിന് ഇടയാക്കിയിരുന്നു. അല്ലമീൻ വിവരങ്ങൾ നൽകും. അലിമീൻ, ടി.പി. കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ഇളവ് നൽകുന്നു, പ്രതികളെ വിട്ടയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരെ പോയിരുന്നു. പക്ഷേ ഇത് സഭയിൽ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് സ്പീക്കറാണ്. മുഖ്യമന്ത്രിയോടുള്ള ചോദ്യത്തിന് സ്പീക്കർ മറുപടി അറിയുന്ന സാഹചര്യമായിരുന്നു. അത് വലിയ തോതിൽ പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം എങ്ങനെ ഉന്നയിക്കും? സ്മൃതി, മിനിഞ്ഞാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി തേടിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം എന്ന സഭയിൽ വിഷയം കൊണ്ടുവന്നത്. പക്ഷേ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തിൽ കഴമ്പില്ല എന്നുള്ള സർക്കാർ വാദം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്പീക്കർ എന്ന അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയും വേണമെങ്കിൽ സബ്മിഷനായി ഉന്നയിക്കാമെന്ന് അന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പോര് പ്രതിപക്ഷവും സ്പീക്കറും തമ്മിലുണ്ടായിരുന്നു, വാക്പോരുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്തയച്ചു. സ്പീക്കറുടെ നടപടി അനുചിതമായി പോയി എന്ന് പറഞ്ഞ് കത്തയക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി സർക്കാർ പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞത് ശരിയായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്. എന്നാൽ സ്പീക്കർ പറഞ്ഞതിൽ ഒരു ഔചിത്യക്കുറവുമില്ല എന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കറുടെ ഓഫീസ് ഇന്നലെ വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരുന്നു. അങ്ങനെ ഈ വിഷയത്തിൽ സ്പീക്കറും പ്രതിപക്ഷവും നേർക്കുനേർ ഒരു പോരിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിനിടെയാണ് ഇന്ന് പ്രതിപക്ഷം വീണ്ടും ഈ വിഷയം സഭയിൽ ഉന്നയിക്കുന്നത്. ആദ്യ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ വിഷയം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. സ്വാഭാവികമായും സഭയ്ക്കകത്ത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയുമ്പോൾ പ്രതിപക്ഷം ഏത് രീതിയിൽ അതിനെ പ്രതിരോധിക്കുമെന്നുള്ളതും ഏത് തരത്തിലേക്ക് ആ ചർച്ചകൾ വഴിമാറുമെന്നുള്ളതും ഏറെ പ്രധാനമാണ്. ഒരുപക്ഷേ ഈ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ സ്പീക്കറുടെ നിലപാടും സഭയിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ഒരു നീക്കവും നടത്തിയിട്ടില്ല. അത് ഉദ്യോഗസ്ഥ ഭാഗത്തുണ്ടായ വീഴ്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഒരു ഉദ്യോഗസ്ഥന് മാത്രമായി അങ്ങനെ ഒരു തീരുമാനമെടുക്കാനാകില്ല. കൃത്യമായി സർക്കാരിൻ്റെയും CPM-ൻ്റെയും നിർദ്ദേശപ്രകാരമാണ് ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ നീക്കം നടത്തിയത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഏതായാലും ഇന്ന് ഈ ആരോപണങ്ങളെ പ്രതിപക്ഷം ഏതു രീതിയിൽ സഭയിൽ അവതരിപ്പിക്കുമെന്നുള്ളത് ഏറെ പ്രധാനം. അതിനെ മുഖ്യമന്ത്രി എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് അതിനേക്കാൾ പ്രധാനം. ഈ ചർച്ചയിൽ സ്പീക്കറുടെ നിലപാട് ഏത് തരത്തിൽ സഭയിൽ ചർച്ചയാകുമെന്നുള്ളത് മറ്റൊരു ശ്രദ്ധാവിഷയവുമാണ്. ഇപ്പോൾ അടിയന്തര പ്രമേയത്തിനുള്ള വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സബ്മിഷനിലേക്ക് കടക്കുകയും ചെയ്യും. സ്മൃതി, ശരി. അല്ലമീനാണ് സഭയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ടി.പി. കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള തീരുമാനം അത് ആ തീരുമാനമായിട്ടില്ല എന്നുള്ള വിശദീകരണത്തിൽ ഒതുക്കുകയായിരുന്നത്. പക്ഷേ സ്പീക്കറാണ് കഴിഞ്ഞ ദിവസം മറുപടി നൽകിയത്. പ്രതിപക്ഷം ഇന്ന് അത് സബ്മിഷനായി ഉന്നയിക്കാനിരിക്കുന്നു.